ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളോട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ കറന്റ്ലി ISL കളിക്കുന്ന ഒരു പ്ലെയർ കോയഫിനോടൊപ്പം സ്പെയിനിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്ന്. അതാരാണെന്ന് അറിയണ്ടേ? ഇതാരാണെന്ന് നിങ്ങൾ കേട്ടാൽ ശരിക്കും ഞെട്ടും. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഇതിലൊരാള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയി ഈ സീസൺ വരും എന്ന് സ്ട്രോങ് ആയിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഹി ഹാസ് ജോയിൻഡ് അനദർ ക്ലബ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ദ ഫുട്ബോൾ സെനറ്റ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡിഫൻസിലെ ഏറ്റവും പുതിയ സൈനിങ് ആയ അലക്സാണ്ടർ കോയഫിനെ കുറിച്ച് സംസാരിക്കാനാണ്. പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും അല്ല നമ്മൾ നോക്കാൻ പോകുന്നത്, അതൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളോട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ യു വാച്ച് ദി എൻറ്റയർ വീഡിയോ ടു ഫൈൻഡ് ഔട്ട് 5 things you didn't know about Alexander Koeff. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ചിലരൊക്കെ എനിക്ക് കുറച്ച് ടോപ്പിക്സ് ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ, ഈ ടോപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുക, അതിനെക്കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്നൊക്കെ ചോദിച്ച്. ആ കമന്റ്സിനൊക്കെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എല്ലാം ഞാൻ വായിക്കാറുണ്ട്. കുറച്ച് പതുക്കെ ആയാലും ഈ എല്ലാ ടോപ്പിക്സിലേക്കും എത്താം എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വിതൗട്ട് ഫർദർ ഡിലേ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. പോയിന്റ് നമ്പർ 5, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹിസ്റ്ററിയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള കുറെ അധികം പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. സീസൺ 1 കോച്ചും ക്യാപ്റ്റനുമായ ഡേവിഡ് ജെയിംസ് ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ആണെങ്കിലും ജമൈക്കൻ വംശജനാണ്. ഇതുപോലെ തന്നെ ക്ലബ് ലെജൻഡായ ഇയൻ ഹ്യൂം സ്കോട്ട്ലൻഡിൽ ജനിച്ച ഒരു കനേഡിയൻ ഇന്റർനാഷണലും. ഇവരെ പോലെ തന്നെ മൈക്കിൾ ചോപ്ര, ബ്രൂണോ പെറോണി, ഡൊങ്കറ്റ്സ് നാസോൺ, ആന്റോണിയോ ജർമൻ, സാഞ്ചസ് വാട്ട്, ജിയാനി സുയിവർലൂൺ ആൻഡ് ഇപ്പൊ ടീമിൽ കറന്റ്ലി കളിക്കുന്ന ജോർജ് സത്തീരയും നോവ സദോയ്ക്കും ഒക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷെ ഇവരിൽ നിന്നെല്ലാം കോയഫിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നറിയോ? ISLന്റെ ചരിത്രത്തിൽ തന്നെ അൾജീരിയൻ ഡിസെന്റിലുള്ള ഒരു പ്ലെയർ കോയഫിന് മുമ്പ് വേറെ ആരും ഉണ്ടായിട്ടില്ല. അൾജീരിയൻ ഫുട്ബോളിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പിന്നെ ഞാൻ അധികം പറയേണ്ട കാര്യമില്ലല്ലോ. സിനദീൻ സിദാൻ, കരീം ബെൻസമ എന്നിവരെല്ലാവരും അൾജീരിയൻ റൂട്ട്സ് ഉള്ള സൂപ്പർ താരങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ സിദാനെയും ബെൻസമയും പോലെ തന്നെ കോയഫും ഫ്രാൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ചൂസ് ചെയ്തത്. ഒരു പക്ഷേ അൾജീരിയയെ ചൂസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് ബീൻ എ ഫുൾ സീനിയർ ഇന്റർനാഷണൽ. പോയിന്റ് നമ്പർ 4, Koeff was groomed to become Rafael Varane's replacement. കോയഫിന്റെ കരിയർ ഗ്രാഫ് മുൻ റയൽ മാഡ്രിഡ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരമായ റാഫേൽ വരാനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഈ 2 പ്ലെയേഴ്സും ഫ്രാൻസിലെ ലെൻസിന്റെ യൂത്ത് അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന പ്ലെയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും റൈറ്റ് ഫുട്ടഡ് സെന്റർ ബാക്സ് ആണ് ഹു ക്യാൻ പ്ലേ വിത്ത് ദ ബോൾ. 2011 റയൽ മാഡ്രിഡ് റാഫേൽ വരാനെ സൈൻ ചെയ്തപ്പോൾ ലെൻസിന് നഷ്ടമായത് അവർ ലോക ഫുട്ബോളിന് തന്നെ സമ്മാനിച്ച ഒരു വേൾഡ് ക്ലാസ് ടാലന്റിനെയാണ്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അടുത്തത് ആര് എന്ന ചോദ്യത്തിലേക്ക് അവർ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന പ്ലെയർ ആണ് അലക്സാണ്ടർ കോയഫ്. വരാന്റെ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള ലെൻസിന്റെ ആദ്യത്തെ സീസണിലെ അവസാനത്തെ 6 മാച്ചിലെ എല്ലാ മിനിറ്റും കോയഫ് കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ the expectations on him were super high and he lived up to it. 2012-13 സീസണിൽ ലെൻസിന് വേണ്ടി ആകെ മൊത്തം 44 മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് കോയഫ് കാഴ്ചവെച്ചത്. ആൻഡ് വരാനെ ഏകദേശം സക്സസ്ഫുള്ളി റിപ്ലേസ് ചെയ്ത കോയഫിനെ അടുത്ത സീസൺ തന്നെ സെറിയ ക്ലബായ യുഡിനീസെ സൈൻ ചെയ്ത് ലലീഗ ക്ലബായ ഗ്രാനാഡയിലേക്ക് ലോണിന് വിട്ടു. ഇവിടെ വെച്ചാണ് ഇദ്ദേഹം മെസ്സി, റൊണാൾഡോ എന്നീ താരങ്ങളെ ഫേസ് ചെയ്തത്. റൊണാൾഡോയ്ക്കെതിരെ തോറ്റെങ്കിലും മെസ്സിയുടെ ബാർസലോണയ്ക്കെതിരെ ഒരു മെമ്മറബിൾ വിന്നിന്റെ ഭാഗമാകാൻ കോയഫിന് സാധിച്ചു. പോയിന്റ് നമ്പർ 3, കോയഫ് ഒരു 3 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറിന്റെ പഴയ ടീംമേറ്റ് ആയിരുന്നു. 2013 മുതൽ 2018 വരെ കോയഫ് യുഡിനീസയുടെ പ്ലെയർ ആയിരുന്നെങ്കിലും ഈ ഒരു ഇറ്റാലിയൻ ക്ലബിന് വേണ്ടി അദ്ദേഹം ഒരു അപ്പിയറൻസ് പോലും നേടിയില്ല എന്നുള്ളതാണ് വാസ്തവം. സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ലോൺ അടിസ്ഥാനത്തിലാണ് ഈ കാലയളവിൽ കോയഫ് കളിച്ചിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രനാഡയിൽ കളിച്ച കോയഫ് അത് കഴിഞ്ഞ് ലോൺ കരാർ ഒപ്പിട്ടത് മയോർക്ക ആയിട്ടായിരുന്നു. ഇവിടെ വെച്ചാണ് മുൻ റിയൽ മാഡ്രിഡ് താരം മാർക്കോ അസൻസിയോടൊപ്പം കോയഫ് കളിക്കുന്നത്. മയോർക്കയുടെ അക്കാഡമിയിൽ നിന്നും വളർന്നു വന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എവർ പ്ലെയേഴ്സ് തന്നെയായിരുന്നു അസൻസിയോ. റിയൽ മാഡ്രിഡിനൊപ്പം 3 തവണ ചാമ്പ്യൻസ് ലീഗ്, ലലീഗ, യുഎഫ സൂപ്പർ കപ്പ് എന്നീ ട്രോഫികൾ ജയിച്ച അസൻസിയോ 4 തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പും ജയിച്ചിരുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ സീസൺ PSG വേണ്ടി ലീഗും ഡൊമസ്റ്റിക് കപ്പും ജയിച്ചു നിൽക്കുകയാണ് അസൻസിയോ. കോയഫും അസൻസിയോയും മയോർക്കയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞത് ആകെ ഒരു സീസണിൽ മാത്രമായിരുന്നു. 2014-15 കാലഘട്ടത്തിൽ ക്ലബ്ബ് സ്പെയിനിലെ 2nd ഡിവിഷനിൽ കളിക്കുന്ന ആ ടൈമിൽ. കോയഫിനെ പോലെ തന്നെ അന്ന് അസൻസിയോന്റെ കൂടെ കളിച്ച ഒരു പ്ലെയറും കൂടെ ഇപ്പൊ കറന്റ്ലി ISL ഉണ്ട്. അത് ആരാന്ന് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വീഡിയോ മൊത്തം കണ്ടാൽ മതി. അവസാനം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 2, കോയഫ് ഫ്രാൻസിന് വേണ്ടി ഒരു മുൻ വേൾഡ് കപ്പ് വിന്നറിന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ അൾജീരിയൻ വംശജനായിട്ടും കോയഫ് ഫ്രാൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ ചൂസ് ചെയ്തത്. ആൻഡ് ഫ്രാൻസിന് വേണ്ടി സീനിയർ ലെവലിൽ ഒരു അപ്പിയറൻസ് പോലും ഇല്ലെങ്കിലും അണ്ടർ 16 തൊട്ട് അണ്ടർ 21 വരെയുള്ള എല്ലാ യൂത്ത് ടീമിലും കോയഫ് ഒരു സജീവമായ പ്രസൻസ് തന്നെയായിരുന്നു. കോയഫിന്റെ കൂടെ ഫ്രാൻസിന് വേണ്ടി അണ്ടർ 21 കളിച്ച പ്ലേയേഴ്സ് ഒക്കെ വേറെ ലെവലാണ്.
ഈ ഒരു ലിസ്റ്റ് കണ്ടപ്പോഴാണ് ശരിക്കും അദ്ദേഹം യു ടീമിൽ എന്തോരം കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായത്. കോയഫിനൊപ്പം ഫ്രാൻസിന് വേണ്ടി അണ്ടർ-21 ഡെബ്യൂ നേടിയ 2 പ്ലേയേഴ്സിനെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, ഐമറിക് ലപ്പോർട്ട് ആൻഡ് സാമുവൽ ഉംറ്റിറ്റി. ഇതിൽ ഉംറ്റിറ്റിയാണ് ഞാൻ പറഞ്ഞ ആ മുൻ വേൾഡ് കപ്പ് വിന്നർ. 2013 ഫ്രാൻസിന്റെ അണ്ടർ-21 ടീം ജർമ്മനിയെ നേരിട്ടപ്പോൾ ആ മത്സരത്തിൽ കോയഫിനൊപ്പം ബൂട്ടണിഞ്ഞത് ഭാവിയിലെ വലിയ വലിയ സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. ഇവർ 3 പേർ കൂടാതെ അന്നത്തെ ഫ്രാൻസ് ലൈനപ്പിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സ് ആഡ്രിയൻ റാബിയോ, ലൂക്കസ് ഡീനെ, ജോർഡൻ വെറട്ടൂട്ട്, ആന്റണി മാർഷ്യൽ എന്നിവരായിരുന്നു. ജർമ്മനിയിലാണെങ്കിൽ ആന്റോണിയോ റൂഡിഗർ, മുസ്താഫി, ലെനോ, എംറെ ചാൻ, ലിയോൺ ഗൊറസ്ക എന്നിവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിട്ടും ആ മത്സരം ഒരു ഗോൾ രഹിത സമനിലയായിരുന്നു. ആൻഡ് ഇൻക്ലൂഡിംഗ് ദിസ് മാച്ച് കോയഫ് ഫ്രാൻസിന്റെ പല യു ടീമുകൾക്കായിട്ട് ആകെ മൊത്തം 40 മത്സരങ്ങളിൽ കളിച്ചു. ആൻഡ് പോയിന്റ് നമ്പർ 1, ISL കണക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ കറന്റ്ലി ISL കളിക്കുന്ന ഒരു പ്ലെയർ കോയഫിനോടൊപ്പം സ്പെയിനിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്ന്. അതാരാണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ സീസൺ മോഹൻ ബഗാനു വേണ്ടി കളിച്ച് ഇപ്പോ ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിയ ഹെക്ടർ യൂസ്റ്റേ ആണ് ആ പ്ലെയർ. പക്ഷെ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന പോലെ യൂസ്റ്റേ ഒരു സെന്റർ ബാക്ക് റോളിലല്ല മയോർക്കയ്ക്ക് വേണ്ടി ആ സീസൺ കളിച്ചത്. കുറച്ചും കൂടെ ഫ്രണ്ടിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ റോൾ. മുൻപ് കോയഫ് തന്നെ കളിച്ചിട്ടുള്ള ഗ്രനാഡയിൽ നിന്നും ഒരു ലോൺ സൈനിങ് ആയിട്ടാണ് 2014-15 സീസണിൽ യൂസ്റ്റേ മയോർക്കയിൽ എത്തുന്നത്. കോയഫിന്റെ ISL കണക്ഷൻ ഇവിടെ ഒതുങ്ങുന്നില്ല. ആൻഡ് ദിസ് ഫാക്ട് റിയലി ബ്ലൂ മൈ മൈൻഡ്. യൂസ്റ്റേ പോലെ തന്നെ വേറൊരു കറന്റ് ISL പ്ലെയറും കോയഫിനൊപ്പം കളിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് നിങ്ങൾ കേട്ടാൽ ശരിക്കും ഞെട്ടും. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ജോആ വിക്ടർ. ഹൈദരാബാദിന്റെ ഒരു ക്ലബ് ലെജൻഡ് തന്നെയാണ് ക്യാപ്റ്റനായ ജോആ വിക്ടർ. 2014-15 സീസണിലാണ് ജോആ വിക്ടർ മയോർക്കയിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് ഹെക്ടർ യൂസ്റ്റയും കോയഫും വേറെ വേറെ ക്ലബുകളിലേക്ക് പോയെങ്കിലും ജോആ വിക്ടർ വാസ് സ്റ്റിൽ there, just like how he is there in Hyderabad right now. ഈ ഒരു ഫാക്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ സത്യം. ഇതുപോലെ തന്നെ 2 മുൻ ISL താരങ്ങളുടെ കൂടെയും കോയഫ് കളിച്ചിട്ടുണ്ട്. ഇതിലൊരാള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയി ഈ സീസൺ വരും എന്ന് സ്ട്രോങ് ആയിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഹി ഹാസ് ജോയിൻഡ് അനദർ ക്ലബ്. കഴിഞ്ഞ സീസൺ ചെന്നൈയിന് വേണ്ടി കളിച്ച ഇറ്റാലിയൻ മിഡ്ഫീൽഡർ ക്രിസ്ത്യൻ ബട്ടോക്കിയോ. കോയഫും ബട്ടോക്കിയോയും ഫ്രഞ്ച് ക്ലബായ ബ്രസ്റ്റിലാണ് ഒരുമിച്ച് കളിച്ചത്. മുൻപ് ജംഷഡ്പൂർ FC വേണ്ടി ബൂട്ടണിഞ്ഞ സ്പാനിഷ് താരം പിറ്റിയാണ് കോയഫിനൊപ്പം കളിച്ച മറ്റൊരു മുൻ ISL താരം. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് ദിസ് വീഡിയോ ടു എൻ എൻഡ്. ഈ ഒരു 5 കാര്യങ്ങൾ അറിയാവുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ആൻഡ് യു കൻ ഓൾസോ കൗണ്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് ലിസ്റ്റ് ബിക്കോസ് യു വാച്ച് ദ ഫുട്ബോൾ സെനത്ത്. എല്ലാ വീഡിയോയിലെ പോലെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അലക്സാണ്ടർ കോയഫ് ഏത് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കണം എന്നുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ എനിക്കും അത് നിങ്ങളിൽ നിന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഞാൻ. ആൻഡ് കോയഫിനെ കുറിച്ച് ഇനി ഞാൻ മിസ് ഔട്ട് ചെയ്ത എന്തെങ്കിലും വേറൊരു ഫാക്ട് നിങ്ങളുടെ ഉണ്ടോ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ആൻഡ് ഈ വീഡിയോ ആരാണ് ഈ അലക്സാണ്ടർ കോയഫ് എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.